ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങൻ്റെ മാതാവു പിതാവുമങ്ങ്, അങ്ങൻ സഖാബന്ധുവുമങ്ങു തന്നെ. അങ്ങൻ്റെ വിദ്യാധനം അങ്ങു മാത്രം, അങ്ങാണെനിക്കൊക്കെയുമെൻ്റെ ദേവ. ഭഗവത്ഗീത ധ്യാന ശ്ലോകങ്ങളിലെ 7-ാമത്തെയാണ് ചൊല്ലുന്നത്. പാരാശര്യവച സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകീ സജ്ജന നഷ്ടപദൈരഹരഃ പീബീയമാനം മുദാ ഭൂയാത് ഭാരതപങ്കജം കലിമല പ്രധ്വംസി ന ശ്രേയസി. ഇവിടെ മഹാഭാരതം എന്നുള്ള ഗ്രന്ഥത്തിനെ സാക്ഷാൽ വ്യാസമഹർഷി രചിച്ചതാണെന്ന് നമ്മൾ പറഞ്ഞു. അതിനെ ഒരു താമരപ്പൂവായിട്ടാണ് ഉപമിക്കുന്നത്. വ്യാസൻ്റെ വാക്കുകളാകുന്ന തടാകത്തിൽ നിന്ന് ഉയർന്നതാണ് ഈ താമരപ്പൂവ്. ഇത് സൗരഭ്യം നിറഞ്ഞതാണ്. കാരണം ഗീതാ തത്വങ്ങളാകുന്ന സുഗന്ധമാണ് അതിൽ നിന്ന് വമിക്കുന്നത്. ഭഗവത് കഥകളെ ധാരാളം കഥകളെ വേണ്ട വിധം ബോധിപ്പിക്കുന്നുണ്ട് ഇതിൽ. ഇനി ഇത് ആസ്വദിക്കുന്നവർ സജ്ജനങ്ങളാകുന്ന വണ്ടുകളാണ് ഇത് ആസ്വദിക്കുന്നത്. ഇത് കലിദോഷം നശിപ്പിക്കുന്നതാണ്, നിർമ്മലമാണ്. അങ്ങനെയുള്ള ഈ താമരപ്പൂവ് അല്ലെങ്കിൽ ഇത് ഭാരത പങ്കജം നമുക്ക് ശ്രേയസ് നൽകട്ടെ, അല്ലെങ്കിൽ നമുക്ക് ക്ഷേമം നൽകട്ടെ എന്നാണ് ചെറുതായിട്ടുള്ള അർത്ഥം. അപ്പോൾ വ്യാസമഹർഷിയാണല്ലോ മഹാഭാരതം രചിച്ചത്. അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഭഗവത്ഗീത. അപ്പോൾ വ്യാസൻ്റെ ഈ വ്യാസമഹർഷിയുടെ രചന നേരത്തെ നമ്മൾ പറഞ്ഞു, വിശാല ബുദ്ധേന്നല്ലേ കഴിഞ്ഞ പ്രാവശ്യം സംബോധന ചെയ്തത്. അതേപോലെ ഇത്രയും മഹാനായിട്ടുള്ള ഒരു കവി ഇനി ഇല്ല അല്ലേ ലോകത്തിൽ. അത്രയും നല്ല നല്ല കാര്യങ്ങളാണ് ലോകത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതി വയ്ക്കപ്പെട്ടത്, രചിക്കപ്പെട്ടത്. എന്നിട്ടും നമ്മളെപ്പോലെയുള്ള ജനങ്ങൾ അതൊന്ന് നോക്കുക അല്ലെങ്കിൽ അതൊന്ന് വായിക്കുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക ചെയ്യാത്തത് വളരെ കഷ്ടം തന്നെയാണ്. അപ്പോൾ വ്യാസഭഗവാൻ ഈ മഹാഭാരതത്തിൻ്റെ വ്യാസഭഗവാന്റെ വാക്കുകളാകുന്ന തടാകത്തിൽ നിന്നും ഉയർന്നു വന്ന ഒരു താമരപ്പൂവാണ്. അതിൽ വ്യാസനിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അതിൽ നിന്ന് ആ താമരപ്പൂവിൻ്റെ സുഗന്ധം എന്ന് പറയുന്നത് ഭഗവത്ഗീതയിലെ കഥകളാണ്, അതിൻ്റെ അർത്ഥമാണ്. ധാരാളം കഥകളുണ്ട്. ആ കഥകളെ വിടർന്ന താമരപ്പൂവ് വിടരുന്നത് എപ്പോഴാണ്? സൂര്യരശ്മി തട്ടുമ്പോഴാണ്. ആ സൂര്യരശ്മി തട്ടുമ്പോൾ ശ്രീകൃഷ്ണനാണ് അവിടെ സൂര്യരശ്മി. ശ്രീകൃഷ്ണൻ്റെ കഥയാകുന്ന സൂര്യരശ്മി തട്ടുമ്പോൾ ആ പൂവിൻ്റെ ഇതളുകൾ വിടരുന്നു. ആ വിടർന്ന പൂക്കളെ നമ്മൾ ധാരാളം വിടരുന്ന ഇതളുകളെ നമ്മൾ ധാരാളം കഥകളായിട്ടാണ് സങ്കല്പിക്കുന്നത്. ഇനി ആ ഒരു പൂവിൽ നിന്ന് വണ്ട് തേൻ കുടിക്കുന്ന പോലെ, തേൻ കുടിച്ചു കഴിഞ്ഞാൽ പൂവിൽ നിന്ന് വണ്ട് തേൻ കുടിച്ചാൽ കുറേ തേൻ നുകർന്നു കഴിഞ്ഞാൽ തീർന്നു പോവും. ഇവിടെ അത് തീരുന്നില്ല. സജ്ജനങ്ങൾക്ക് എത്ര വേണമെങ്കിലും വണ്ട് തേൻ കുടിക്കുന്ന പോലെ ഈ തത്വം അല്ലെങ്കിൽ ഈ ഭഗവത്ഗീതയുടെ അർത്ഥം അല്ലെങ്കിൽ ഭഗവത്ഗീത ഇഷ്ടം പോലെ കുടിക്കാമെന്നാണ്. തേൻ പോലെ ആസ്വദിച്ച് കുടിച്ചുകൊണ്ടേയിരിക്കുകയാണ് സജ്ജനങ്ങൾ. ഇനിയും അത് കുടിക്കുന്നതുകൊണ്ട് ആർക്കും യാതൊരു ദോഷവും സംഭവിക്കുന്നില്ല. അമൃത് പോലെ തന്നെയാണ് തേന്. വീണ്ടും വീണ്ടും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് വീണ്ടും നുകരുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഇനി ഇതിൻ്റെ നമ്മൾ മരുന്ന് കുടിച്ച അസുഖം മാറുന്ന പോലെ ഇത് കലിയുഗത്തിൽ വരാവുന്ന വിനകളെയൊക്കെ നശിപ്പിച്ചു തരുന്നതാണ്. അതെല്ലാം നശിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? ഐശ്വര്യവും ക്ഷേമവും കിട്ടും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണം. അപ്പോൾ ഭഗവത്ഗീത എത്രയും പാനം ചെയ്യാൻ പറ്റുമോ അത്രയും പാനം ചെയ്യണം എന്നാണ് പറയുന്നത്. പരാശര്യവച എന്ന് പറയുന്ന വാസനാൽ പറയപ്പെട്ടത് എന്നാണ്. പരാശരൻ്റെയും സത്യവതിയുടെയും പുത്രനാണ് വ്യാസമഹർഷി. അതുകൊണ്ടാണ് അങ്ങനൊരു വാക്ക് ഉപയോഗിച്ചത്.
ഇനി 8ാമത്തെ ശ്ലോകമാണ്. വളരെ എളുപ്പമുള്ള ശ്ലോകമാണ്. എന്നും നമ്മൾ ചൊല്ലേണ്ട ശ്ലോകമാണ്, എന്നും ചൊല്ലുന്ന ശ്ലോകമാണ്. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. വളരെ സിമ്പിളായിട്ട് അർത്ഥം പറയുകയാണെങ്കിൽ, മൂകം കരോതി വാചാലം, ആരാണോ ഊമയെ സംസാരിക്കുന്നവനായി മാറ്റുന്നത്, ആരാണോ മുടന്തനെ ഒരു കുന്നുവരെ കയറാൻ കെൽപ്പുള്ളവനാക്കുന്നത്, അങ്ങനെയുള്ള പരമാനന്ദ സ്വരൂപനായിട്ടുള്ള ആ ഭഗവാനെ ഞാൻ വന്ദിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഭഗവാൻ, നമ്മളെല്ലാവരും ഭഗവാന്റെ കാരുണ്യം ഇഷ്ടപ്പെടുന്നവരാണ്. ചെറിയൊരു കാര്യം ഭഗവാനോട് പറഞ്ഞാൽ പോലും ഭഗവാൻ അത് ചെയ്തു തന്നാലോ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ലേ. അപ്പോൾ ഈ ഭഗവാന്റെ ഭക്തി, അതായത് ഇന്നലെയും നമ്മൾ പറഞ്ഞു, അതിൽ അടിയുറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ യാതൊരു സംശയവുമില്ല ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവും. ആ കാരുണ്യം ഉണ്ടായതുകൊണ്ടാണ് മൂകൻ വാചാലനായിട്ട് മാറിയത്. എത്രയോ കഥകളുണ്ടല്ലേ അങ്ങനെ. നേരിട്ട് തന്നെ അറിയാവുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ മുടന്തനെ മൂകനെ വാചാലനാക്കുന്നത് പോലെ തന്നെ മുടന്തുള്ള ഒരാൾക്ക് ഒരു മലയൊക്കെ കയറുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിന് പോലും സമർത്ഥനാക്കി മാറ്റാൻ ആർക്ക് പറ്റും? സാക്ഷാൽ ഭഗവാന് പറ്റും. അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ വന്ദിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അനന്തമായ സമ്പത്ത്, അനന്തമായ പ്രപഞ്ചത്തിൽ അനന്തമായ സമ്പത്തുള്ള ഒരേ ഒരാളേ ഉള്ളൂ, അതാണ് സാക്ഷാൽ ഭഗവാൻ. അപ്പോൾ നമ്മുടെ ആയുഷ്കാലവും ഭഗവാന്റെ ആയുഷ്കാലവും കൂടെ താരതമ്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു ഈയാമ്പാറ്റയുടെ ജീവിതമേ ഉള്ളൂ. ഈയാമ്പാറ്റ അറിയാലോ അല്ലേ? മഴ പെയ്താൽ 1 പൊന്തും, 2 മണിക്കൂറോ 3 മണിക്കൂറോ കഴിയുമ്പോഴേക്കും അതിൻ്റെ ജീവൻ തീരും. അപ്പോൾ ഭഗവാന്റെ ടോട്ടൽ ആയുഷ്കാലം നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ ചെറിയ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ആകെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്തൊക്കെ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ നമ്മൾ മനസ്സിൽ ചിന്തിക്കുകയാണ്. പണ്ടത്തെ മുട്ടക്കച്ചവടക്കാരുടെ കഥ പറഞ്ഞ പോലെയാണ്. വെറുതെ ചിന്തിക്കുക, സങ്കല്പിക്കുക എന്നല്ലാതെ അത് നമുക്ക് നേടാൻ പറ്റില്ല. അതിന് പറ്റും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നാൽ. അപ്പോൾ പക്ഷേ ഒന്നും കൂടെ വേണം. ഫൈനലി എന്ത് വേണം? ഭഗവാന്റെ ഒരു കാരുണ്യം വേണം. അല്ലെങ്കിൽ അത് നമുക്ക് നേടാൻ ഒരിക്കലും പറ്റില്ല. അപ്പോൾ മൂകനാണെങ്കിലും സംസാരശേഷി വീണ്ടെടുക്കാൻ വളരെ കഠിനമായ പ്രയത്നം നമ്മൾ ചെയ്യണം. അപ്പോൾ അവൻ എന്ത് ചെയ്യണം? ഒരു മൂകനായിട്ടുള്ള ഒരാൾ എന്നും ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്. അത് ചെറിയൊരാളാണ്, അല്ലെങ്കിൽ ചെറിയൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയായിരിക്കണം എന്നില്ല പ്രാർത്ഥിക്കുന്നത്, അവരുടെ വീട്ടുകാരായിരിക്കും പ്രാർത്ഥിക്കുന്നത്. വളരെ കഠിനമായിട്ട് നമ്മൾ എന്നും തന്നെ എന്താണ് സ്വപ്നം കാണേണ്ടത്? ആ മൂകനായിട്ടുള്ള ആൾ നാളെ എന്തായാലും സംസാരിക്കും. നാളെ എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം എന്നല്ല അർത്ഥം, ഭാവിയിൽ നിന്നാണ്. എന്നാലും നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ സ്വപ്നം കാണേണ്ടത് ഇങ്ങനെയാണ്: നാളെ തന്നെ അവൻ സംസാരിച്ചു തുടങ്ങും. നാളെ അറ്റ്ലീസ്റ്റ് ഒരു വേർഡ് ആ മാ അങ്ങനെയെങ്കിലും സംസാരിക്കും. അങ്ങനെ അവന് വാക്കുകൾ സംസാരിക്കാൻ പറ്റും. പിന്നീട് അവൻ കൂടുതൽ വാചകങ്ങളിലേക്ക് കടക്കും. ചിലപ്പോൾ അവൻ നല്ല പ്രഭാഷകനായിട്ടും മാറിയേക്കാം എന്ന് സ്വപ്നം കാണണം. അവനെ ഇനി പറ്റുമൊന്നും ഉണ്ടാവില്ല, അത് ശരിയാവില്ല, അങ്ങനെയല്ല സ്വപ്നം കാണേണ്ടത്. നെഗറ്റീവല്ല, പറ്റും, അവൻ എന്തായാലും പറ്റും. അങ്ങനെയുള്ള പോസിറ്റീവ് ഡ്രീംസ്, പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുക. എന്തായാലും പറ്റും. കാരണം എന്താ? ഭഗവാൻ എന്തായാലും ഇത് കേൾക്കാതിരിക്കില്ല, ഞങ്ങളുടെ കണ്ണുനീര് കേൾക്കാതിരിക്കില്ല, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ആ കുട്ടി നാളെ, കുട്ടിയാണെങ്കിൽ അല്ല വലിയ ആൾക്കാരാണെങ്കിലും നാളെ അവൻ എന്തായാലും സംസാരിക്കുന്ന നിരന്തരമായിട്ട് സ്വപ്നം കാണുകയാണെങ്കിൽ അത് നടന്നിരിക്കും. കാരണം ഈ പ്രാർത്ഥനകളൊക്കെ അവിടെ എത്തിക്കോളും. അപ്പോൾ ഭഗവാന് നമ്മളിൽ കരുണ ചെയ്യാനുള്ള ഒരു താല്പര്യം കൂടും. അത് തീർച്ചയായിട്ടും നടക്കും. അനുഭവമുണ്ട്, ധാരാളം കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് മറ്റേ കാര്യം. അപ്പോൾ മുടന്തനായിട്ടുള്ള ആളും അത് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ, അയാൾക്കിനി നടക്കാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്നതിന് പകരം നടക്കും, അയാൾ തീർച്ചയായിട്ടും നടക്കും എന്ന് നമ്മൾ സ്വപ്നം കാണുകയാണെങ്കിൽ എന്നും വളരെ കഠിനമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. അത്രയും ആത്മാർത്ഥതയോടെ അങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് നടക്കും, എന്തായാലും നടക്കും. കാരണം എന്താ വെച്ചാൽ, ഇതൊക്കെ എനിക്കും കൂടെ ഒരു എക്സാമ്പിൾ ഇതിൽ പറയാനുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ഒരു ടീച്ചറുടെ ഒരു മോള്
ഇതുപോലെ ഒരു കാലിന് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ശരിക്കും മുടന്തെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ടീച്ചർ വെറുതെ പ്രാർത്ഥിച്ചു, ഈ കുട്ടി പഴനി കൊണ്ടുപോകാമെന്ന്. അങ്ങനെ പഴനിക്ക് അറിയാലോ പഴനിയിൽ എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന്, 100-700 സ്റ്റെപ്പിലധികം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഈ കുട്ടി ഒരു ടീച്ചർ വലിച്ച് ആണ്, ഓരോ ബന്ധുക്കളെല്ലാവരും കൂടെ താങ്ങിപ്പിടിച്ചാണ് എത്തിയത്. അവസാനം ടീച്ചർ പറയുകയാണ്, ലാസ്റ്റ് എത്തിയപ്പോൾ ഇനിയൊരു 19 സ്റ്റെപ്പേ ഉള്ളൂ. അപ്പോൾ ഈ കുട്ടി പെട്ടെന്ന് നിന്നു എന്ന്. അത് മാത്രമല്ല എല്ലാവരുടെയും കൈയൊക്കെ വിടിയിച്ച് കുറച്ച് സ്പീഡിൽ തന്നെ കയറാൻ തുടങ്ങിയെന്ന്. അത്ഭുതമാണ്. കാരണം ഈ കുട്ടിയെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മകളാണ്. അപ്പോൾ ഇതൊന്നും നുണയല്ല. അങ്ങനെ ആ കുട്ടി പെട്ടെന്ന് ആ ഗ്രൗണ്ടിലെത്തിയപ്പോൾ, അതായത് ഏറ്റവും മേലെ കയറിയിട്ട് അവിടെ എത്തിയപ്പോൾ, അമ്പലത്തിൻ്റെ നടക്കിൽ ആ മുറ്റത്ത് എത്തിക്കഴിഞ്ഞപ്പം ഓടി നടക്കാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത്. ഇതേപോലെ തന്നെ ശബരിമലയിലും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, എത്രയോ കഥകൾ എന്ന് പറഞ്ഞാൽ അനുഭവ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സാധിക്കും, അതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഭഗവാനെ, ഇതെല്ലാം സാധിപ്പിച്ചു തരാൻ കഴിവുള്ള ഭഗവാനെ അങ്ങേ ഞാൻ നമസ്കരിക്കുന്നു. ഇതാണ് ഈ പദ്യം. വന്ദേ പരമാനന്ദ മാധവം. ഇനി നമുക്ക് വേറെ ആരുടെ എക്സാമ്പിൾ വേണ്ട? ഈ മൂകം കരോതി വാചാലം എന്ന് പറയുമ്പോൾ മൂകനെ വാചാലനാക്കിയതിൻ്റെ വേറൊരു ഉദാഹരണമാണല്ലോ കുചേലൻ്റെ കഥ. കുചേലൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഭഗവാനോട് ചോദിച്ചിട്ടില്ല. ദരിദ്രനായിട്ടുള്ള സുദാമാവ് ഭഗവാനെ കാണാൻ പോകുന്നു, ഭഗവാനെ കാണുന്നു, തിരിച്ചു വരുന്നു. അപ്പോഴേക്ക് സമ്പത്തും ഐശ്വര്യവും എല്ലാം കിട്ടുകയാണ് ചെയ്തത്. അതെങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? നമ്മൾ ചെന്ന് ഭഗവാനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് തൊഴുന്ന പോലെ അല്ലല്ലോ. എത്രയോ കാലങ്ങളായിട്ട് ഭഗവാന്റെ ഒരു ആരാധകനായിട്ട് മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുചേലൻ. പഠിക്കുന്ന കാലം തൊട്ടേ ഇഷ്ടമായിരുന്നു ശ്രീകൃഷ്ണനെ. അങ്ങനെ കൃഷ്ണനെ മാത്രം മനസ്സിൽ വിചാരിച്ച് എത്രയോ കാലം പ്രാർത്ഥിച്ചതിന് ശേഷമാണ്, വളരെ വിഷമിച്ചാണല്ലോ പോയത് അല്ലേ, കൃഷ്ണനെ കാണാൻ പോണോ വേണ്ടയോ എന്നുള്ള സന്ദേഹം ഉണ്ട്. എന്നാലും പോയി നോക്കാം. എന്നാകിലോ ഞാനത് ചെന്നു പോരാം, തന്നാകിലോ ഞാനത് കൊണ്ടുപോരാം എന്നാണ്. ഞാൻ ചെന്ന് ചോദിക്കുകയൊന്നുമില്ല, എന്തെങ്കിലും തന്നാൽ ഞാനത് കൊണ്ടുപോരാം എന്നാണ്. എന്താണ് അപ്പം അനുഭവം ഉണ്ടായത്? അതും നമുക്ക് നമ്മുടെ കൺമുന്നിൽ തന്നെ എന്ന് പറഞ്ഞ പോലെ സ്പഷ്ടമായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. ഇനി എന്തിനാ നാരായണീയം എഴുതിയ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ കഥ പോരെ. രോഗം കൊണ്ട് വിവശമായിട്ട് ഒരു അടിപോലും നടക്കാൻ വയ്യാതെ എത്തിച്ചേർന്ന ഭട്ടതിരി ഈ നാരായണീയം രചിച്ച് കഴിഞ്ഞപ്പോഴേക്കും 100ാമത്തെ ദിവസം വരെയും കഷ്ടപ്പെടുത്തി. അത്രയും ദിവസം കഴിഞ്ഞ് 100ാമത്തെ ദിവസം ഭഗവാൻ വേണുഗോപാല രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണ് നാരായണീയത്തിൽ വർണ്ണിക്കുന്നതല്ലോ. അപ്പോൾ നമ്മളും അതുപോലെ തന്നെ ഭഗവാന്റെ രൂപം എന്നും മനസ്സിൽ കണി കാണുക. ഭഗവാന്റെ എപ്പോഴും കിടന്ന് ഉറങ്ങുമ്പോൾ തന്നെ, നമ്മൾ എണീക്കുമ്പോഴും കിടക്കുമ്പോഴും എങ്കിലും ഭഗവാനെ വന്ദിക്കണം എന്നാണ്. ബാക്കി സമയത്തൊക്കെ നമ്മൾ ബിസിയാണല്ലോ, അതുകൊണ്ട് പറ്റുമോയെന്നറിയില്ല. എന്നാലും അപ്പോൾ എന്താണ്, നമ്മൾ എന്നും ഭഗവാന്റെ രൂപം സ്വപ്നം കാണുക. അപ്പം നമ്മുടെ കളങ്കം മുഴുവനായിട്ടും കളഞ്ഞ് ഭഗവാൻ നമ്മളെ സ്വീകരിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കളങ്കം മുഴുവനായിട്ടും മാറുകയാണെങ്കിൽ ഭഗവാൻ തീർച്ചയായിട്ടും പ്രത്യക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ രൂപം നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയൊന്നുമല്ല, നമ്മൾക്ക് അനുഭവങ്ങളിൽ കൂടെ അങ്ങനെ നമുക്ക് തോന്നും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇഷ്ടംപോലെ അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, എനിക്ക് പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കും നമുക്ക് തീർച്ചയായിട്ടും. എന്തിനാ നമ്മൾ കൂടുതൽ നാമങ്ങളൊന്നും ചൊല്ലണ്ട. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചൊല്ലിയ ശ്ലോകം മതി. വസുദേവസുതം ദേവം കംസജാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗൽഗുരും. ചെറിയ പദ്യമാണ്, കുട്ടികൾക്കെല്ലാം പഠിപ്പിച്ചു കൊടുക്കാം നമുക്ക്. അതേപോലെ തന്നെ ഇപ്പോൾ ചൊല്ലിയ മൂകം കരോതി വാചാലം, ഇത് രണ്ടും വളരെ ചെറിയ ശ്ലോകങ്ങളാണ്. എല്ലാം ചെറിയ കുട്ടികളുള്ള എല്ലാവർക്കും അമ്മൂമ്മമാരല്ലേ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അമ്മമ്മമാരും അച്ഛമ്മമാരൊക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കുക. സ്വന്തം അച്ഛനും അമ്മയൊന്നും ചിലപ്പോൾ പഠിപ്പിച്ചൊന്നും വരില്ല, അവരതിന് നമ്മളെക്കാൾ ബിസിയായിട്ട് നടക്കുന്നവരാണ്. അപ്പം ഇങ്ങനത്തെ ശ്ലോകങ്ങൾ, കുഞ്ഞു ശ്ലോകങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അവരെ നാമം ചൊല്ലുന്നത് ഒരു ശീലമാക്കിയിട്ട് കൊണ്ടുവരിക. ഇതൊക്കെ ചെയ്യാൻ സാധിച്ചാൽ വളരെ നല്ലതാണ്. തിരക്ക് പിടിച്ച ജീവിതമാണ്. സ്കൂൾ വിട്ട് വന്നാൽ ട്യൂഷൻ കഴിഞ്ഞാൽ വേറെ ഒന്ന് അങ്ങനെ പോവും. എന്നാലും കിടക്കുന്നതിന് മുന്നെങ്കിലും ഒരു നിമിഷം കൈകൂപ്പി പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള 2 വരി ചൊല്ലുക. ഇനി ഇതൊന്നും പറ്റുന്നില്ലെങ്കിലോ ഹരേ രാമ മതിയല്ലോ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഇതെങ്കിലും നമുക്ക് ചൊല്ലാൻ പഠിപ്പിക്കാൻ പറ്റും.
അപ്പോൾ ഇതാണ് 8ാമത്തെ ശ്ലോകം. ഇനി ഒരു ധ്യാന ശ്ലോകം കൂടിയുണ്ട്, അത് അടുത്ത ദിവസം വായിക്കാം. കുറച്ച് വലിയ വരികളുണ്ട്, 4 വരികളുണ്ട്, അതിൻ്റെ അർത്ഥമുണ്ട്. അപ്പോൾ അതോടെ ധ്യാനം കഴിയും. പിന്നീട് നമുക്ക് ചാപ്റ്റേഴ്സിലേക്ക് നീങ്ങാം. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേ ത്വമിത്തമുത്ഥാപിതപത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധിവാദാലയവാസവിഷ്ണോ. ഈ ശ്ലോകം നമ്മളിപ്പോൾ കുറേ കാലങ്ങളായിട്ട് ചൊല്ലുന്നുണ്ട്. നാരായണീയത്തിൽ മുഴുവനും ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ചൊല്ലിയത് ഇത് തന്നെയാണ്. ഇത് തന്നെയായിരിക്കണം നമ്മുടെ പ്രാർത്ഥന എപ്പോഴും. നാരായണീയം മുഴുവനായിട്ടൊന്നും ആർക്കും പടിഞ്ഞിട്ടില്ലെങ്കിലും ഈ ശ്ലോകമെങ്കിലും ഇത് കേൾക്കുന്നവർക്ക് പടിഞ്ഞു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഭഗവാന്റെ നാമങ്ങൾ ചെറുത് ജപിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എന്നും നമുക്ക് ഏത് നിമിഷവും നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഏത് നിമിഷവും നമ്മുടെ മനസ്സിൽ ഈ ശ്ലോകം ഒന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ ആപത്തുകൾ വരാതെ, കണ്ണ് കൊള്ളാനുള്ളത് പുരുകത്ത് കൊണ്ടുപോകുമെന്ന് പറയുന്ന പോലെ ഒഴിഞ്ഞൊഴിഞ്ഞു പോകും. ആപത്തുകളൊക്കെ വരും, കാരണം ആപത്തുകൾ വരാതെ പറ്റില്ലല്ലോ. സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള ജീവിതത്തിൽ നമ്മൾ സുഖങ്ങൾ മാത്രം അന്വേഷിച്ചാൽ അതൊരിക്കലും കിട്ടാൻ പോകുന്നില്ല. ചിലപ്പോൾ എനിക്ക് പോലും തോന്നാറുണ്ട് ദുഃഖങ്ങൾ മാത്രം എന്താ വരുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ ഉത്തരവ് എനിക്ക് കിട്ടുന്നുണ്ട്. ഭഗവാനോട് അടുത്തത് പോരാ, അത് അത്രയും നമ്മൾ അടുക്കുന്നോ അത്രയും നമുക്കിങ്ങനെ എന്നും തന്നെ ദുഃഖങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കും. കാര്യം ഒരു നിമിഷം നമുക്ക് സന്തോഷം അധികം തന്നു കഴിഞ്ഞാൽ അഹങ്കാരം നമ്മളിൽ ഉടലെടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അതില്ലാതിരിക്കാനായിരിക്കും ചിലപ്പോൾ ദുഃഖങ്ങളിങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ചിന്തിച്ചാൽ മതി. എന്നാലും ആ ദുഃഖങ്ങൾ നമുക്ക് തരണം ചെയ്യാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ സാക്ഷാൽ കൃഷ്ണ ഭഗവാൻ തോണി തുഴഞ്ഞ് അക്കരയ്ക്ക് എത്തിച്ചു തരുമല്ലോ. അപ്പോൾ അതിലുറച്ച് നമ്മൾ വിശ്വസിക്കുക, മുന്നോട്ട് നീങ്ങുക, അത്രയേ ഉള്ളൂ. ഓക്കെ.